എന്നാ പോട്ടെ ഇങ്ങോട്ടാ. ശരി. വാച്ച അച്ഛൻ വാച്ച വാച്ച കറി വാ വാച്ച വാച്ച വാ എന്താ? ഒന്നുമില്ല. അയ്യോ, എന്റെ പക്ക അവിടെ അത്രയും പോയി. അഖിലേച്ചി ഇന്ന് എവിടെയെങ്കിലും പോയിരുന്നോ? ഇല്ല, അഖിലാന്റി ഇന്ന് എവിടെയും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സത്യാണല്ലോ നീ പറയുന്നേ? നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. സത്യം ആന്റി, അഖിലാന്റി ഇന്ന് എവിടെയും പോയിട്ടില്ല. കുറച്ചു മുമ്പ് വരെ ഞാൻ കണ്ടല്ലേ. എടി, ഞാൻ ഇന്ന് പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച് അഖിലേച്ചിയെ കണ്ടതാ. സത്യം. എടി, അതെ, ഞാൻ കണ്ടതാ. സംഗതി കൈവിട്ടുപോയി. കുതന്ത്രങ്ങളെല്ലാം തലച്ചോറിൽ ജാമായി വട്ടായി കാണും. എന്റെ ഈശ്വരാ, ദേഹോദ്രവം വല്ലതും ഉണ്ടാവോ എന്തോ. അഖിലാന്റി എവിടെ വെച്ച് കണ്ടു എന്നാ ആന്റി പറഞ്ഞത്? പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടതാ. ബെസ്റ്റ്. പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച്. ഇതൊരല്പം മൂത്തതാണെന്നാ തോന്നുന്നത്. നീ എന്താ ആലോചിക്കുന്നേ? ആ ദാസ് തിരികെ വന്നോ? എടി, വന്നിട്ട് പോയി. വന്നിട്ട് പോയോ? ആന്റി, ദാസേട്ടനെ കാണാനില്ലെന്ന് ആന്റി അറിഞ്ഞല്ലോ. ആനന്ദേട്ടൻ പോയി ദാസേട്ടനെ കണ്ടുപിടിച്ചോണ്ട് വന്നു. ഈ നിൽക്കുന്ന ദാസിന് താമസിക്കാനാ നമ്മൾ നമ്മുടെ 25ാം വിവാഹ വാർഷിക ദിനത്തിൽ ഔട്ട് ഹൗസ് എഴുതി കൊടുത്തത്. അല്ലാതെ ഒരമ്മയുടെ സ്വപ്നങ്ങളെ ചതച്ചരച്ചിട്ട് പോയാ ചതിയനായ മകന് താമസിക്കാനല്ല. ഇനി അതല്ല, അവിടെ താമസിച്ച് മകളോടും മരുമകനോടും ഒപ്പം ചേർന്ന് എനിക്കെതിരെ ആയുധമെടുക്കാനാണ് തീരുമാനമെങ്കിൽ ഔട്ട് ഹൗസ് തിരികെ എഴുതി തരേണ്ടി വരും. ഓ, അപ്പൊ ദാസ് അഖിലയുമായി പിണങ്ങി ഔട്ട് ഹൗസിലേക്ക് പോയല്ലേ? സന്തോഷമായി എനിക്ക്. ഇനി ഇത് വെച്ച് ഞാൻ കളിക്കാൻ പോകുന്ന കളി നീ കണ്ടോ? അല്ല ആന്റി, ആന്റി അഖിലാന്റിയെ പ്രിയങ്കയുടെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണോ? 100 വട്ടം ഓർത്താലും ഞാൻ കണ്ടത് തന്നെയാ. അത് അഖില തന്നെയായിരുന്നു. ആന്റി മാത്രമേ കണ്ടുള്ളൂ, അത് പ്രിയങ്കയും കണ്ടു? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രം. ഞാൻ കണ്ടു എന്നുള്ളത് സത്യം.
ചേച്ചി ആ ചേച്ചി, അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ മെത്തയിൽ അട്ട കിടക്കില്ല എന്നതിന് 100 ഉദാഹരണങ്ങളുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ ചേച്ചി, ഞാൻ ആ ദാസിന്റെ കാര്യ പറഞ്ഞത്. ഒരു ഉളുപ്പവും ഇല്ലാതെ അയാൾ ഇപ്പൊ നമ്മുടെ ഔട്ട് ഹൗസിലുണ്ട്. നന്ദിയില്ലാത്ത വർഗം. അയാളൊക്കെ തലമറന്ന് എണ്ണ തേക്കുന്നവനാ ചേച്ചി, തിന്ന ചോറിനോട് നന്ദി കാണിക്കാത്തവൻ. ഒടുവിൽ മക്കളുടെയും മരുമകന്റെയും അടുത്ത് പോയി ലയിച്ചത് കണ്ടില്ലേ? ഇതൊക്കെ ഒരു നാടക കളിയല്ലേ ചേച്ചി? തന്ത്രപൂർവം ചേച്ചിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേഷം കെട്ടി കളിച്ച നാടകം. അച്ഛനും മകളും ഈ പുറമേ കാണിക്കുന്ന ദേഷ്യമൊക്കെ വെറും അഭ്യാസം. കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. ആ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള വിശ്വസ്തനായ സേവകനെ ചേച്ചി വെറുക്കരുത്. കോടീശ്വരപുത്രനായ മരുമകനെ മകളുടെ ഭർത്താവായ അയാൾക്ക് കിട്ടുകയും വേണം. അതിനു വേണ്ടി ആടിയ മഹാനാടകമാ നമ്മൾ ഇത്രയും ദിവസം തൃച്ചംബരത്ത് കണ്ടത്. ഈ ഡ്രൈവർ ദാസിനെ ചക്രം തിരിക്കുന്നതിനേക്കാളും കഴിവാ അഭിനയത്തിന്. കാര്യം കാണാൻ എന്തെല്ലാം ഭാവങ്ങളാണോ ആ മുഖത്ത് വാരി വിതറുന്നത്. കഥകളി ആശാനല്ലേ, കഥകളി ആശാൻ, കലാമണ്ഡലം ദാസ്. ദേ ഇപ്പൊ ഔട്ട് ഹൗസിൽ ചെന്ന് നോക്കിയാ കാണാം അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം. ചേച്ചിയും ഞാനും ഒക്കെ അവരുടെ മുമ്പിൽ വെറും പമ്പര വിട്ടികളാ. അയാളൊരു രണ്ടാം വരവായി ഇങ്ങോട്ട് അവതരിച്ചപ്പോഴേ ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചതാ. ഇതൊക്കെ ഒരുതരം ഒത്തുകളിയാ. ചേച്ചിയോട് ഒരു നുള്ളു സ്നേഹമോ ബഹുമാനോ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ അവിടെ പോയി പറ്റിക്കൂടുമായിരുന്നോ? ചതിക്കപ്പെടാനും കോമാളി കളിപ്പിക്കാനും നിന്ന് കൊടുക്കരുത് ചേച്ചി. അത് നമ്മുടെ തറവാടിനും ഈ തൃച്ചംബരത്തിന്റെ പാരമ്പര്യത്തിനും മോശവാ. വയസ്സാം കാലത്ത് അയാള് സ്വസ്ഥമായി കിടന്നോട്ടെന്ന് കരുതി ചേച്ചി സന്മനസ്സോടെ എഴുതി കൊടുത്തതല്ലേ ആ ഔട്ട് ഹൗസ്. കെട്ട മനസ്സുള്ളവരോട് ചേച്ചി മാത്രം എന്തിനാ ഈ സന്മനസ് കാണിക്കുന്നേ? അർഹതയില്ലാത്തവർക്കേ ഔദാര്യൊന്നും നൽകരുത് ചേച്ചി. ചേച്ചിയുടെ ഔട്ട് ഹൗസിൽ താമസിച്ചുകൊണ്ട് ചേച്ചിയെ തോൽപ്പിക്കാൻ അവസരം കൊടുക്കരുത്. ചേച്ചി വേദനിക്കുന്നതോ ചേച്ചി ആരെങ്കിലും തോൽപ്പിക്കുന്നതോ കാണാനുള്ള മനക്കെട്ടി എനിക്കില്ല. ചേച്ചി ഈ ചതിക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഈ തൃച്ചംബരത്ത് വിലാസിനി പ്രതികരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അതെന്റെ ചേച്ചിക്ക് വേണ്ടിയായിരിക്കും. ചേച്ചി സമാധാനായിട്ടിരിക്കെ. ചേച്ചി തോൽക്കുന്നത് കാണാൻ ഞാൻ ഏതായാലും തയ്യാറാവില്ല. ഇതെന്ത് വേണോന്ന് എനിക്കറിയാം.
ഹലോ. ഹലോ കല്യാണി, ദാസേട്ടൻ ആഹാരം കൊടുത്തോ? കല്യാണി കട്ട് ചെയ്തോ? ഹലോ ദാസേട്ടാ, ഞാൻ ആനന്ദ്. ദാസേട്ടൻ ആഹാരം കഴിച്ചോ? കഴിച്ചു കുഞ്ഞേ, വയറ് നിറയെ കഴിച്ചു. എന്റെ സുധ വെച്ച് വിളമ്പിത്തരുന്ന രുചിയുണ്ടായിരുന്നു ആഹാരത്തിന്. ഹലോ. കല്യാണി, നീ ഇപ്പോഴാ എന്റെ യഥാർത്ഥ കെട്ടിയോളായത്. ശരി. അച്ഛാ, അങ്കിൾ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ലല്ലോ. അപ്പുറത്ത് നോക്ക് അരവിന്ദ്. ഇനി ടെറസിലുണ്ടാവോ? അങ്കിൾ എന്താ സിഗരറ്റ് വലിക്കുന്ന? ചെല്ല. അച്ഛാ, അച്ഛനെന്താ സിഗരറ്റ് വലിക്കുന്നത്? ഇതെന്താ അങ്കിള് പതിവില്ലാത്ത ചില ശീലങ്ങളൊക്കെ? പതിവുള്ളതൊന്നും അല്ലല്ലോ ഇപ്പൊ തൃച്ചംബരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഞങ്ങളിപ്പോ വന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാ. അരവിന്ദ്, എന്തോ നന്ദന, നീ തന്നെ പറഞ്ഞ അച്ഛനോട്. അങ്കിളെ, യൂണിവേഴ്സൽ അസോസിയേഷൻ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു. അവർ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യാൻ റെഡിയാണെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അത് വളരെ നല്ല കാര്യമാണ് മോനെ. നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. എഴുതി തള്ളിയതൊക്കെ തിരുത്തി എഴുതേണ്ടി വരുമോന്നാണ്. അല്ല, എന്നെ എഴുതി തള്ളിയതാണ് അമ്മ. അരവിന്ദ്, ഓരോരുത്തരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ഓരോ വ്യക്തികളുണ്ടാകും. അത് അമ്മയോ അച്ഛനോ സുഹൃത്തോ അധ്യാപകനോ ഒക്കെ ആവാം. പക്ഷേ നിന്റെ കാര്യത്തിൽ അത് ഈ നിൽക്കുന്ന എന്റെ മരുമകളാ. അഖിലാന്റെ ഇക്കാര്യം അറിയുമ്പോ നല്ലൊരു സർപ്രൈസ് ആയിരിക്കും അല്ലേ അങ്കിൾ? എന്ത് സർപ്രൈസ്? അവൾ അതിലും വലിയൊരു സർപ്രൈസ് എനിക്ക് തന്നിട്ടിരിക്കുകയാണ്. എന്താ? അവൾ ദാസിനോട് ഔട്ട് ഹൗസ് തിരികെ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.